സ്റ്റോറിൽ പോയി വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടിരുന്നോ ഇതിലെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഒന്നാമത്തത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വാട്സപ്പിൽ വന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് 10 സെക്കൻഡ് വീതം നിങ്ങൾക്ക് ഫോർവേഡും ബാക്ക്വേഡും അടിച്ച് കളയാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ബോറിംഗ് വീഡിയോ ആണെന്ന് നിങ്ങളുടെ കൂട്ടുകാരൻ അയച്ചു തന്നത്, അതിന് നിങ്ങൾക്ക് കുറച്ചൊന്ന് അടിച്ചടിച്ച് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 10 സെക്കൻഡ് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് കുറേ ഫോണുകൾക്ക് കിട്ടിയിട്ടുണ്ട്, ഐഫോൺസിന് എസ്പെഷ്യലി. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. വാട്സപ്പിൽ ചാനൽ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്, പലരും യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്. ഇനി ചാനലിൻ്റെ അകത്ത് നമുക്ക് സ്റ്റിക്കേഴ്സ് അയക്കാൻ പറ്റും. ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് ആണ് നമുക്കിപ്പോൾ കറന്റ് അയക്കാൻ പറ്റുന്നത്. ചാനൽ ഫീച്ചർ കൊണ്ടുവന്നപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്കെല്ലാം ഈ ഒരു ഫീച്ചർ ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. അല്ലാത്തവർക്ക് കമ്മിങ് സൂൺ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വരും. നിങ്ങളുടെ പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇനി ഒരു ഓൾട്ടർനേറ്റീവ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ വരും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ പേര്, പ്രോപ്പർ ആയിട്ടുള്ള പേരൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രൊഫൈലും. ഓൾട്ടർനേറ്റീവ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഒരു ഫേക്ക് നെയിമോ അല്ലെങ്കിൽ ഫേക്ക് ഒരു പ്രൊഫൈൽ പിക്ചറോ ഒക്കെ വെക്കാം. എന്നിട്ട് നിങ്ങളുടെ കോൺടാക്റ്റിലുള്ളവർ, നിങ്ങളുടെ ഫോണിൻ്റെ കോൺടാക്റ്റിലുള്ളവർ നിങ്ങളുടെ വാട്സപ്പ് എടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒറിജിനൽ പ്രൊഫൈൽ കാണുകയും പുതിയൊരാൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കോൺടാക്റ്റിൽ ഇല്ലാത്ത ഒരാൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ ഓൾട്ടർനേറ്റീവ് പ്രൊഫൈലിൻ്റെ പിക്ചറും പേരുമാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതിൽ വലിയ ഉപയോഗമൊന്നും ഇല്ലെങ്കിലും പക്ഷേ നല്ല രസമുണ്ട്. അടുത്ത ഫീച്ചർ എനിക്ക് തോന്നുന്നു വാട്സപ്പ് ഒരു യൂട്യൂബ് പോലെയൊക്കെ ആക്കാനാണ് പ്ലാൻ എന്ന് തോന്നുന്നു. കാരണം ചാനലിനാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ചാനൽസിൽ ഇനി വോയിസ് ഇടാൻ പറ്റും. യൂഷ്വലി നമുക്കൊരു വീഡിയോ ഫോട്ടോയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണേ, അതിനിങ്ങനെ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്തതിന് ശേഷം റിപ്ലൈ കൊടുക്കും. അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ മേളിലായിട്ട് ഒരു ആരോ കാണാൻ പറ്റും. ആ ആരോ ക്ലിക്ക് ചെയ്യപ്പോഴാണ് റിപ്ലൈ ഓപ്ഷൻ വരുന്നത്. ഇനി ആ ആരോ ഒന്നുമില്ല, നിങ്ങൾ ഫോട്ടോയോ വീഡിയോ എടുക്കുന്ന സമയത്ത് തൊട്ട് താഴെയായിട്ട് റിപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ബാർ കാണിക്കും. ആ ബാറിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് റിപ്ലൈ ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. ഫൈനലായിട്ടുള്ള ഫീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വാട്സപ്പ് പ്രൊഫൈൽ നമ്മൾ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പുതിയൊരു ഫോണിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വെച്ചിട്ടല്ലേ. ഇനി നമുക്ക് ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇമെയിൽ വെച്ചിട്ട് നമുക്ക് വാട്സപ്പ് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു ഫീച്ചറാണ്. എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി ഇൻ ഫ്യൂച്ചർ വല്ലതൊക്കെ വരുമായിരിക്കും. അപ്പോൾ ഇത്രയാണ് വാട്സപ്പിൽ ഇനി വരാൻ പോകുന്ന കുറേ ഫീച്ചറുകൾ. ഇതെല്ലാം നോക്കി വെച്ചോ. ഇതിനകത്ത് ഉപയോഗമുള്ള ഫീച്ചേഴ്സ് ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വരുന്നുണ്ടാവും. അടുത്ത വീഡിയോ കാണാം. ബൈ.